ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ചൈന കോളർ കേട്ടോ, അതായത് റൗണ്ട് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ കോളറിനേക്കാളും കുറേ നമ്മൾ കുറച്ച് ഇത് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ചെയ്തു വന്നപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി. അപ്പം ആ ഒരു മെത്തേഡ് അപ്പോൾ അതിന് എങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ ഒരു കുർത്തിയുടെ ഒരു നമ്മൾ കോളർ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, അതും എളുപ്പം തന്നെയാണ്. പക്ഷെ ഇത് ഇത്തിരി കൂടി വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോളർ സ്കെയിലൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്ന് കണ്ടോ, കഴുത്തൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ആ കോളർ കറക്റ്റ് ആയിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ കഴുത്ത് ഇത്തിരി കൂടി ഇങ്ങനെ ഇറക്കി കോളർ ഇത്തിരി കൂടി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. ആ കറക്റ്റ് മെഷർമെന്റ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മെഷർമെന്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് ഈ കോളർ കിട്ടും കേട്ടോ. അപ്പൊ അതാ ഒരു ഈസി ട്രിക്ക് അതിൽ ഇതിനുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കോളർ ഇങ്ങനത്തെ ഒരു കോളറിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ കുർത്തി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ലൈനിങ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ നോർമൽ കുർത്തി എങ്ങനെയാണോ തയ്ക്കുക അതുപോലെ തയ്ക്കുക. ഷോൾഡറും അതുപോലെ ആം ഹോളും എങ്ങനെ എടുക്കണം, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം, അതൊക്കെയാണ് ഇതിൽ പറയേണ്ടത് കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ നിങ്ങളുടെ അളവിനനുസരിച്ച് കുർത്തി കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞുതരാം. നമുക്ക് എൻ്റെ ഷോൾഡർ നോക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ എൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി തന്നെ എടുക്കണം. ഫുൾ ഷോൾഡർ 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന് ശേഷം ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മുടെ ഈ കോളർ കുർത്തികൾക്ക് കൊടുക്കണം. ഞാനൊരു 3/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ഇഞ്ച് കൊടുത്താൽ അവിടെ ഒരു കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് താഴോട്ട് ഒരു 7.25 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു 7.5 ആയാലും മതി ആം ഹോൾ കേട്ടോ. ഇപ്പം ഞാനിവിടെ 7.25 കൊടുത്തിരിക്കുന്നത്. ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ നിങ്ങൾ 7.5 കൊടുത്താൽ മതി, ചെറിയ സൈസിനൊക്കെ കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് ആം ഹോളിൽ വരച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ആം ഹോൾ കർവ് വെച്ചിട്ട് മുന്നോട്ട് ഒരു 1/2 ഇഞ്ച് തള്ളി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബാക്ക് ഫ്രണ്ടും വെച്ചിട്ട് ഇതുപോലെ ബാക്ക് വേറെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അല്ല, ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, ബാക്ക് ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വൈഡ് കൊടുത്തിരിക്കുന്നത്. ഞാൻ 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ട് ചെറിയ സൈസ് ആകുമ്പോൾ 3 ഇഞ്ച് മതിയാവും കേട്ടോ. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഇത്തിരി കഴുത്തിൽ നിന്ന് ഇത്തിരി ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ 4.5 കൊടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്തിരി ഞാൻ ക്ലോസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലോസ്ഡ് നെക്ക് പോലെയാണ്, ഒരു കോളർ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ഇഞ്ച് കൊടുത്തു. 4.5 കൊടുത്താലും കുഴപ്പമില്ല. ഇനി ചെറിയ സൈസ് ആണെങ്കിൽ 3 കൊടുത്താലും മതി. എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. ആ ഷോൾഡർ സ്ലോപ്പ് നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് നമ്മളിതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ബാക്കിലേക്ക് നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാക്കിലൊക്കെ ഇനി നമുക്ക് ചെയ്യണം. ഫ്രണ്ടിലേക്കുള്ളതാണ് നമ്മൾ ചെയ്തത്. ബാക്കിൽ നമ്മൾ ഒരു 3/4 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. 3/4 ഇഞ്ചിൽ കൂടുതൽ കൊടുക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ 1 ഇഞ്ച്, അതിലും കൂടുതൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഇത് നമ്മളിത് ഇതുപോലെ വയ്ക്കുക. നമ്മൾ ചെറിയ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇതേപോലെ അധികം കൊടുക്കരുത്. ഒരു 3/4 ഒന്നിൽ കൂടുതലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3/4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഫ്രണ്ടിന് ഒരു ഓപ്പൺ കൊടുക്കണം. അത് ഞാനൊരു 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാനിത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ 3.5 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് തല കടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ അവിടെ ഓപ്പൺ ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ. അതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തല കടക്കണില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് ബാക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളിനി ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കറക്റ്റായിട്ട് 3/4 ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇത് ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ആ ഷോൾഡർ സ്ലോപ്പിൽ നിന്ന് 7.25 ഷോൾഡർ സ്ലോപ്പിന് ശേഷമാണ് നമ്മൾ 7.25 എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ബാക്ക് 3/4 ഇഞ്ചിനേക്കാളും കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതൊക്കെ ഈ കളർ കിട്ടുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിത് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടു. ആ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പൺ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിൻ്റെ ലെങ്ത്തുള്ള ഒരു ക്യാൻവാസും അതുപോലെ 3 ഇഞ്ച് വൈഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കുക.
ഇതുപോലെ കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് മടക്കാം കേട്ടോ. ഇത് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് കൊടുത്തു. ഞാനിവിടെ എനിക്ക് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു 3/4 ഇഞ്ച് അവിടെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് കേട്ടോ. 1/2 ഇഞ്ച് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ സൈസുകാർക്കൊക്കെ അത് മതിയാവും. 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു, ഒരു വി ഷേപ്പ് പോലെ ഒന്ന് പുറത്തേക്ക് തള്ളി വരച്ചെടുത്തു. വലിയ സൈസിനൊക്കെ ഒരു 4.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് എടുത്തപ്പോൾ എനിക്ക് തല കിടക്കണില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ ഞാനിത് ഫ്രണ്ട് ഓപ്പൺ ചെയ്തു ലാസ്റ്റ്. ഇപ്പോൾ 1 ഇഞ്ച് 1/2 ഇഞ്ച് തള്ളി ഞാൻ അതുപോലെ വരച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നതിലേറെ. ഞാൻ ഇതിൻ്റെ ഇതും കൂടി ഞാൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റിയ ഒരു ഫോൾട്ടിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ കിട്ടിയിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും. ഇനി നമുക്കത് തുണിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ തുണിയിൽ ഒട്ടിച്ച് നമ്മളെടുത്തു കേട്ടോ. ഇതുപോലെ എടുത്തു കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഒന്ന് കൊണ്ടുവന്നു. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ നെക്കിൽ വെക്കുമ്പോൾ ആ നെക്കിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, അത് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ സെൻറ്ററോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററും അതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുപോലെ വെച്ച് ആ ക്യാൻവാസിൻ്റെ അരികെ ചേർന്ന് നമ്മൾ സാധാരണ പോലെ തയ്ക്കണ പോലെ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. തയ്ച്ച് ഇത് കൊണ്ടുവന്നു. എന്നിട്ടൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് കണ്ടോ, ഇതുപോലെ 1/4 ഇഞ്ച് കുറച്ചൊന്ന് നീക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ തയ്ച്ചു കൊടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് മുന്നോട്ട് തള്ളി ഞാൻ വരച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്കവിടെ ഫ്രണ്ട് ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് അവിടെ ക്ലിയർ ആയല്ലോ. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, ആ ഒരു വീയുടെ ഷേപ്പിൽ. ഇനി നമ്മൾ ബാക്കിലും ഇത്രയും ഫിനിഷിങ് നമുക്ക് ആ ക്യാൻവാസ് വെച്ചതുകൊണ്ട് കിട്ടി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ചിൽ 2 സ്റ്റിച്ച് കൊടുക്കുക ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കെയിലാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു A4 ഷീറ്റ് എടുത്ത് വെച്ചു. എൻ്റെ ഭാഗത്തേക്കാണ് A4 ഷീറ്റ് തിരിച്ച് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് A4 ഷീറ്റിൽ അളവ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 2.5 ഇഞ്ചിലും അതുപോലെ 3.5 ഇഞ്ചിലും ടേപ്പിൻ്റെ ഇഞ്ച് ഭാഗത്ത് കേട്ടോ ഒരു ലൈൻ കൊടുത്തു. അപ്പോൾ 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ കോളർ ചെയ്യുന്നത്. 1 ഇഞ്ചിൻ്റെ കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ താഴെയും 2.5 ഇഞ്ചും 3.5 ഇഞ്ചും കൊടുത്തു, താഴെയും കൊടുത്തു A4 ഷീറ്റിൽ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ 2.5 ഇഞ്ചും 3.5 ഇഞ്ചും കണക്ട് ചെയ്ത് വരച്ചു. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മറ്റേ ഞാൻ ചെരിച്ചല്ല വെച്ചിരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ 2.5. അപ്പോൾ ഈ 3.5 ഇഞ്ച് കൊടുത്തോടുത്ത ആ ലൈനിൽ നിന്ന് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക, ഹൈറ്റിൽ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഈ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമ്മൾ ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പേപ്പറിൻ്റെ ഈ കോർണറിലേക്ക് ആ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ആ ഒരു ചെരിഞ്ഞ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയണേലും ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണ്ടോ, 1 ഇഞ്ചിൻ്റെ കോളറാണ് നമുക്ക് വരിക. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഓരോ ഇഞ്ച് നമ്മൾ ആ വരച്ച കർവ് ഷേപ്പില്ലേ അവിടെ നിന്ന് ഓരോ ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഈ അറ്റം വരെ ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തി കീപ്പ് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മളതൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്കവിടെ ഒരു ഷേപ്പ് കിട്ടും. 1 ഇഞ്ചിൻ്റെ കോളറാണ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് കോളർ ഒക്കെ 1 ഇഞ്ച് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3/4 ഇഞ്ചും ആവാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടോ ബ്ലെൻഡ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ? ഇപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തൊരു ഷേപ്പ് കൊടുക്കണ്ട. അവിടെ ഒരു 3/4 ഇഞ്ച് മുകളിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ചെരിച്ച് വരയ്ക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ചെരിച്ച് വരച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? മുകളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഞാനിത് പറയുന്നത്, ഇത് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇതെടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇത് വെക്കുമ്പോൾ നമുക്ക് ആ കോളർ തുന്നാൻ എളുപ്പമാവും. നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ വെക്കേണ്ട ഇതാവുമ്പോട്ടെ. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് കണ്ടില്ല, ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കാണിച്ചു തന്നില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് അളവുകൾ അടയാളപ്പെടുത്താനുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് അല്ലാത്ത ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ ടേപ്പിൻ്റെ ഇഞ്ച് ഭാഗം ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക,
1 ഇഞ്ച് അടയാളപ്പെടുത്തുക, 1.5 ഇഞ്ച്, അങ്ങനെ കണ്ടില്ലേ? നമ്മുടെ ടേപ്പും ആ ഒരു ഭാഗം വെച്ചിട്ട് ദേ ഇതുപോലെ. അപ്പോൾ ആ ഒരു കർവിൻ്റെ ഭാഗം ഒന്ന് കർവായിട്ട് കണ്ടോ വരുന്നുണ്ടോ? ഇങ്ങനെ ചെരിഞ്ഞ് നമ്മൾ ചെരിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ. ആ ഒരു നമ്മുടെ ആ സ്കെയിലിൽ ചെരിവ് വരുമ്പോൾ നമ്മൾ ടേപ്പിലും ഇതുപോലെ ചെരിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് തെറ്റും. അപ്പോൾ നമ്മൾ അറേഞ്ചായിട്ട് നമ്മൾ ദേ ഇതുപോലെ അടയാളപ്പെടുത്തി ദേ കണ്ടില്ലേ? ചെരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ? അതുപോലെ വെച്ച് 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 1 ഇഞ്ച് മനസ്സിലായല്ലോ. അപ്പോൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി അങ്ങനെ 4.5 മൊത്തം നമ്മൾ ആ ഒരു പേപ്പറിൽ അറ്റം വരെ നമ്മൾ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു A4 ഷീറ്റിൽ നമുക്കൊരു 13 ഇഞ്ച് വരെ നമുക്ക് കിട്ടും. അപ്പോൾ അര ഇഞ്ച് വീതം. അപ്പോൾ നമുക്കത് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ അളന്നെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അര ഇഞ്ച് വെച്ച് ഞാനിപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ അപ്പോൾ അതൊന്നും ചെരിഞ്ഞ് പോകണ്ട. പക്ഷേ ഒരിക്കലും ചെരിഞ്ഞ് പോകരുത്. ആ വളവിനനുസരിച്ച് നമ്മുടെ ടേപ്പും വളച്ച് വെച്ചിട്ട് വേണം നമ്മൾ അര ഇഞ്ച് അടയാളപ്പെടുത്താൻ. അങ്ങനെ നമ്മൾ ഓരോ ഇഞ്ചുകളില്ലേ അതിൽ അടയാളം കൊടുക്കുക. 1, 2, 3, 4 അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 6. അപ്പോൾ നമുക്കിത് മൊത്തം അവിടെ വരെ കിട്ടണതെന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് നമുക്ക് 13 ഇഞ്ച് വരെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിങ്ങനെ അടയാളപ്പെടുത്തി പോവാണ് കേട്ടോ. കുറേ നീട്ടി പറയുമ്പോൾ നിങ്ങൾക്കത് ഇതാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ? കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇഞ്ചുകളുണ്ട്, അതും നമ്മൾ അടയാളപ്പെടുത്തുക. നമുക്കത് നമ്മുടെ ആ ഒരു മെഷർമെൻറ്റുകൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാനാണ് ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് പറയുന്നത് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യുമ്പോൾ. നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ ക്യാൻവാസിൽ ഇത് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിതുപോലെ കാർഡ്ബോർഡിലോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. കണ്ടോ? അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അളവെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗം ഇതുപോലെ പിടിച്ച് മാത്രം അളവെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 2ആയിട്ട് മടക്കി വെച്ച് സെൻറ്ററോട് കണ്ടോ ഈ ഒരു ഭാഗം മടക്കിയത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ വെക്കുക. കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ഇത് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ പാർട്ട് ഒരുമിച്ച് വെച്ചിട്ട് കണ്ടോ അതിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് വയ്ക്കുക. ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒരു പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ താഴെ നമ്മുടെ ആ ഒരു ഓപ്പൺ ഭാഗത്തും പിൻവെച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അളക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കോളർ മൊത്തമായിട്ട് ഇതായി പോകും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ? പിടിക്കരുത് ഒരു കാരണവശാലും. ഈ ഒരു ലെവലിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാവധാനം ചെയ്താൽ മതി, അത് വലിക്കരുത്. അപ്പോൾ വലിക്കാണ്ട് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ അളന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഈ അളവെടുക്കുമ്പോഴേ ഈ ഒരു കോളറിന് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അളവെടുക്കുക. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണത്. മുന്നേ ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ്. കണ്ടോ? 9 ആവണേക്കാൾ 1 പോയിൻ്റ് മുമ്പിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഇതുപോലെ ഞാനൊരു ഇതുപോലെ എൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3.5 ഇഞ്ച് വീതി. ഇപ്പോൾ വീതി കൂടുതലായാലും കുഴപ്പമില്ല, 4 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇതുപോലെ ആയിരിക്കണം പേപ്പർ. ഈ ഒരു മടക്ക് പോലെ വരണം കേട്ടോ. നീളം എത്രയായാലും കുഴപ്പമില്ല, ഈ ഒരു പോലെ നമ്മൾ എടുക്കുക. അതിൻ്റെ വീതി കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല, നീളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ വെക്കട്ടെ. നമ്മുടെ ആ സ്കെയിൽ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ എങ്ങനെയാണ് പറഞ്ഞ് ഇതാക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് 9 ആവാൻ 1 പോയിൻ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഈ ഫോൾഡഡ് സൈഡ് ഇങ്ങനെ എടുക്കുക. ആ ഫോൾഡഡ് സൈഡിലാണ് നമ്മുടെ സ്കെയിലിൻ്റെ ആ ഒരു ഭാഗം വെക്കേണ്ടത്. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളിത് തുടങ്ങുന്ന ഭാഗം വെക്കുക. 9 കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുക. നമ്മുടെ ആ ഒരു കർവ് ഷേപ്പ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കണ്ടോ? ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. 9 എവിടെയാണോ വരണേ അവിടെ വെക്കുക. കണ്ടോ? എനിക്ക് വരുന്നത് 9 വരുന്നത് ആ ഒരു പോയിന്റിൽ വെച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടോ? ഞാൻ 9ൻ്റെ പോയിന്റിൻ്റെ അവിടെയാണ് ഞാൻ ആ ഒരു ഫോൾഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ക്യാൻവാസിൻ്റെ ഫോൾഡ് വെച്ചിരിക്കുന്നത് ആ 9 വരുന്ന ഭാഗത്താണ്. അപ്പോൾ ഞാൻ അതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മളൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ക്യാൻവാസിൻ്റെ വീതി കുറവെടുത്തിരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ എടുത്തോ കുഴപ്പമില്ല. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്ന് മാത്രം കേട്ടോ. ഇതുപോലെ ആ ഭാഗം കണ്ടോ? എനിക്ക് കുറച്ച് ഭാഗം വരയ്ക്കാനില്ല. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എങ്ങനെ വെച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് എന്നോട് കമൻസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്ലോ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ചെടുക്കുക.
അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തപ്പോൾ ഈ ഒരു ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്കെയിൽ ശരിയായി കണ്ടോ. 1 ഇഞ്ച് തന്നെ വേണം, എല്ലാം കൊടുത്ത് 1 ഇഞ്ച് തന്നെ വേണം കേട്ടോ. ഞാൻ അത് വീണ്ടും പറയണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളതൊന്ന് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമ്മളത് റെഡിയാക്കേ വേണ്ടൂ കണ്ടോ. നമ്മുടെ കറക്റ്റ് ആനക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇതിൽ എങ്ങനെ ചെയ്യണേ നോക്കാം കേട്ടോ. നമുക്ക് തുണിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ കോളറൊന്ന് ദേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് നിർത്തി കൊടുക്കുക. ദേ ഇതാണ് നമ്മുടെ കോളറ്. ഇത്ര എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ടൈൽ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ദേ നമ്മുടെ ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ തുണി മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിന് ഫോൾഡിൽ തന്നെ വെച്ച് ദേ ഇതിൻ്റെ ഫോൾഡും വെച്ച് ഒപ്പം വെച്ച് നമ്മൾ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഒപ്പമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇനി ഇതിലിപ്പോൾ കൂടുതലുണ്ടെന്ന് വയ്ക്കുക. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി കുറവാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വീണ്ടും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അതിനനുസരിച്ച് എടുക്കുക. കൂടുതലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് മാറ്റാം. ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഇതുപോലെ ചെയ്യേണ്ടി വരും കുറവാണെങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ ഇതുപോലെ നല്ല ഒരു തുണിയുടെ ചീത്ത പുറത്ത് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടിലും ബാക്കിലും 1/2 ഇഞ്ച് രൂപത്തിൽ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഈ തുണി. എന്നിട്ട് നമ്മൾ ഈ അടിഭാഗം കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. അതെ ഈ അടിഭാഗത്ത് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് വേണ്ട, ഞാനിവിടെ നിങ്ങൾക്ക് 1/2 ഇഞ്ചിലെ തയ്ക്കാൻ പറ്റുന്ന 1/2 ഇഞ്ച് എടുത്തോ. ഞാനിവിടെ 1/4 ഇഞ്ചിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് തയ്ച്ച് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. സാധാരണ ക്യാൻവാസ് എങ്ങനെയാണോ വയ്ക്കുക അതുപോലെ തന്നെ. അപ്പം നമ്മളിത് അടിഭാഗത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ആ കർവ് ഷേപ്പിലല്ല. അപ്പോൾ വേറൊരു തുണിയുടെ നല്ല പുറത്ത് വയ്ക്കുക. ഇതിൻ്റെ നല്ല പുറം വെച്ച് കൊടുക്കുക. നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് വെച്ചിരിക്കണതെന്ന്. അപ്പോൾ ആ തുണിക്ക് ആ തുണിയിൽ ഇനി ഇതെങ്ങനെയാണ് എവിടെ നിന്നാണ് തയ്ച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക. ഈ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ച് ആ ഒരു ക്യാൻവാസിനോട് ചേർന്നാണ് നമ്മൾ തയ്ച്ചു കൊണ്ടുവരുന്നത് കേട്ടോ. ഈ തുണി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. ഈ അറ്റം വരെ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ കൂടെ മാത്രം നമ്മൾ തയ്ച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ അറ്റം വരെ കണ്ടില്ലേ. അത് തുടങ്ങണത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് സിമ്പിളാവാനും അത് പെർഫെക്റ്റ് ആവാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത്താണ് ഈ ഒരു കോളറിന് വേണ്ടിയിട്ട്, എന്നാലും നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ അറ്റം വരെ നമ്മളതൊന്ന് തയ്ച്ചു കൊണ്ടുവരാനാണ് കേട്ടോ. അതാണ് ഞാനിവിടെ വരച്ച് കാണിച്ചത്. ഈ അറ്റം ഇവിടെ വരെ തയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് സീം അലവൻസിന് കുറച്ച് തുണി ഉണ്ടാവണം. മനസ്സിലായോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് വേണം. അത് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെയും തുണി വേണം. അതുപോലെ താഴെ നമുക്ക് തുണി വേണം. ഇപ്പം നമുക്ക് ആ ഒരു ഭാഗത്തോടെ നമ്മൾ കണ്ടില്ലേ, ആ മുന്നിൽ വെച്ച ആ ഒരു പീസില്ലേ, അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം ക്യാൻവാസിനോട് ചേർത്ത് തയ്ച്ചു കൊണ്ടുവന്നു. നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ സീം അലവൻസ് കൊടുക്കണം. താഴെ നമ്മൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സീം അലവൻസ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു 2 പോയിൻ്റ് കൊണ്ട് കൂട്ടി കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ആ 1/2 ഇഞ്ച് കൂടെ മാത്രമേ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കല്ല, ഞാനിപ്പോൾ വരച്ചിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 1/4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനേലും കൂടുതൽ എടുക്കാം കേട്ടോ, ഒരു അവിടുത്തെ സീം അലവൻസ്. എന്നിട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അറ്റം വരെ ഇതുപോലെ വരച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമുക്കിനി ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. എനിക്കിത് തയ്ച്ചിട്ട് പെർഫെക്റ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് തയ്ക്കുക കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തയ്ച്ചോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ് ഇതിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചുറ്റും നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അടിയിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അടിയിലത്തെ തുണിയിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചല്ല, ഞാൻ 1/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ച് ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. കണ്ടോ, എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഈ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. നമ്മുടെ കോളറും അതുപോലെ തന്നെ കുർത്തിയുടെ ആ ഒരു സെൻറ്ററും വെച്ച് നമ്മൾ തയ്ക്കാനുള്ള ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തോടെ മാത്രമേ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്സ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ അത് നമ്മളിതേ ഇതുപോലെ എടുത്തു. ഇനി അതിൻ്റെ ആ ഒരു നമുക്കൊന്ന് തിരിച്ചിടണമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കർവ് ഷേപ്പിലൊക്കെ ഒന്ന് ഒരു ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ക്യാൻവാസിന് എങ്ങനെയാണോ ചെയ്യണേ അതേപോലെ തന്നെ ഞാൻ മുന്നൊരു ക്യാൻവാസിൻ്റെ ക്യാൻവാസ് അല്ല കേട്ടോ, ഇതിൻ്റെ കോളർ ചെയ്യണ പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ദേ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദേ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കോളർ മാത്രം വ്യത്യാസമുള്ളൂ. കോളർ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ദേ ഇതുപോലെ തിരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ? തിരിച്ചെടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊണ്ടുവന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് വരും കേട്ടോ. ഈ കോളറിന് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവന്നു. അടിയിൽ നമ്മൾ ഒരു അരയിഞ്ച് എനിക്ക് 4 ഇഞ്ചാണ്. നിങ്ങൾ അരയിഞ്ച് എടുക്കുകയാണെങ്കിൽ എത്രയാണോ എടുക്കണേ ആ ഒരു ഭാഗത്തോടെ ദേ മറ്റേ ഇതിൻ്റെ കണ്ടോ ആ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പേനയോ അതുപോലെ തന്നെ എന്തുകൊണ്ടെങ്കിലും വരച്ച്, പേന വേണ്ട കാരണം അത് പോവില്ല. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ചോക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു എക്സ്ട്രാ 4 ഇഞ്ച് നമ്മളിതേ തുണി കണ്ടില്ലേ ഞാൻ അത് വരച്ച ഈ തുണി കൂടെ ഈ ലൈനിൽ കൂടെ മാത്രമേ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തുന്നൽ വരുള്ളൂ കേട്ടോ. അതിനൊരു ഗൈഡ് ലൈന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വരച്ച് കാണിച്ചത് നിങ്ങളെ. മനസ്സിലായല്ലോ? ആ കളർ അവിടെ ഉണ്ടാവണം നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പം ഞാനിതുപോലെ കുർത്തിയുടെ സെൻറ്റർ എടുത്തു, അതുപോലെ തന്നെ നമ്മുടെ കോളറിൻ്റെ സെൻറ്ററും എടുത്തു. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ നമ്മുടെ ആ ബ്ലൂ ലൈൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു ബ്ലൂ ലൈൻ കാണണം. ആ ഒരു ബ്ലൂ ലൈനിൽ കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇതാവേണ്ട ആവശ്യമില്ല, കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു ബ്ലൂ ലൈനിൽ കൂടെ മാത്രം ഈ 2 ഭാഗം പിടിച്ച് ഇതുപോലെ ഈ അറ്റം ഇവിടെ നിന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ആ ബ്ലൂ ലൈൻ നോക്കിയിട്ട് കേട്ടോ, ആ ബ്ലൂ ലൈനിൽ കൂടെ മാത്രം തയ്ച്ചു കൊടുക്കുക. ഈ അറ്റം വരെ തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറവും ഇതിൻ്റെ ഒരു ഭാഗം സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ ആ ബ്ലൂ ലൈനിൽ കൂടെ തയ്ക്കുക. 2 ഭാഗത്തേക്ക് നമ്മൾ ആ ബ്ലൂ ലൈൻ മാത്രം ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് നമ്മളിത് ഇതുപോലെ അറ്റം വരെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ആ ഒരു ലൈൻ മാത്രം കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കോളർ ശരിയായിന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വരച്ചത്. എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഇതുപോലെ വന്നു, ഞാൻ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ആ ഒരു ബ്ലൂ ലൈനിൽ കൂടെ മാത്രം നമ്മൾ തയ്ച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചെടുക്കണം. ഇതൊക്കെ ഉള്ളിലേക്ക് അതിൻ്റെ കണ്ടില്ലേ ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റോ എഡ്ജസ് ഒക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഈ കോളറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ പുറത്തോടെ, അതായത് ഒരു സ്റ്റിച്ച് കൊടുക്കും, പുറത്തോടെ അല്ല ഇതിൻ്റെ അകത്തോടെയാണ് ഇത് കണ്ട ഉള്ളിലത്തെ ആ ഒരു നമ്മൾ തയ്ച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഇതുപോലെ കൊടുക്കുക കേട്ടോ. ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? കണ്ടില്ലേ ഉള്ളിൽ കൂടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കോളർ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഇതായിട്ട് തന്നെ വന്നിട്ട് ക്യാൻവാസിൽ ചെയ്തപ്പോൾ അത് നല്ല ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ക്യാൻവാസ് കണ്ട ഉള്ളിൽ 2 സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പുറത്തോടെ കണ്ടില്ലേ, പുറത്തോടെ അല്ല 2 സ്റ്റിച്ച് അടുത്തോടെ വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ കൂടെ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ തല കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഞാൻ ഒരു ഓപ്പൺ കൊടുത്തിട്ട് അവിടെ ഒരു ബട്ടൺ വെച്ച്, ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത്തിരി കൂടി കൂടുതലെടുത്താൽ അവിടെ ഒരു ഓപ്പണായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ എക്സ്ട്രാ നമ്മൾ ഇത് കൊടുത്തു കേട്ടോ. അത് കൊടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വെച്ച് കൊടുത്താൽ അത് ഓപ്പണായി കിട്ടി. അപ്പോൾ എനിക്ക് തല കടക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി ഇത് ഫുള്ള് കുർത്തിയുടെ ഇതൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇതുപോലെ ഒരു ബട്ടൺ ടാപ്പ് സ്ലീവാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ സ്ലീവ് കൊടുത്തോട്ടോ. ഇനി ഇതുപോലെ ഇതിന് സ്ലിറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലിറ്റൊക്കെ ഞാൻ തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ സാധാരണ നോർമലായിട്ടൊരു കുർത്തി എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.